നമ്മുടെ കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥന. അസാധ്യമെന്ന ചിന്തയെ ജയിച്ചെനിക്കു വളരണം. അമൂല്യരത്നമമ്മ തന്ന സ്നേഹമെന്നറിയണം. നിറഞ്ഞ ഭക്തിയോടെ ജന്മനാടിനെ നമിക്കണം. തിന്മ ബാഷ്പമാക്കുവാത്മസൗഹൃദങ്ങളെ ഗണം. നന്മ പ്രോജ്വലിച്ചിടുന്ന ദീപമായി വിളങ്ങണം. അറിവിനായടങ്ങിടാത്ത ദാഹമുള്ളിലെരിയണം. ശത്രുവെങ്കിലും കരം ഗ്രഹിക്കുവാൻ കഴിയണം. മിഴികൾ കൊണ്ട് മാനസം തലോടുവാൻ പഠിക്കണം. നാവിൽ നല്ല വാക്കുകൾ സദാ തുളുമ്പി നിൽക്കണം. നിറഞ്ഞ പുഞ്ചിരിക്കു മുൻപിൽ ആയുധങ്ങൾ തോൽക്കണം. നിറഞ്ഞ പുഞ്ചിരിക്കു മുൻപിൽ ആയുധങ്ങൾ തോൽക്കണം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മുടെ വിദ്യാലയം 94-ാം വാർഷികം ആഘോഷിക്കുകയാണ്. മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത് 1931 സ്ഥാപിതമായ നമ്മുടെ വിദ്യാലയം ഇന്നും പാഠ്യരംഗത്തും പാഠ്യേതര രംഗത്തും മികവിൻ്റെ പാതയിലാണ്. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലായി 1383 കുട്ടികളും LKG UKG വിഭാഗങ്ങളിലായി 250ഓളം കുട്ടികളും നമ്മളുടെ സ്കൂളിൽ പഠനം നടത്തി വരുന്നു. കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ എല്ലാ ആധുനിക ഭൗതിക സൗകര്യങ്ങളും ഈ വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സ്കൂളിൽ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന മാനേജ്മെൻറ്റും സ്കൂളിൻ്റെ വികസനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന PTA-യും സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്ന രക്ഷിതാക്കളും കുട്ടികളുടെ പഠനത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന അധ്യാപകരും ഈ വിദ്യാലയത്തിൻ്റെ മുതൽക്കൂട്ടാണ്. പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ വിദ്യാലയത്തെ ഇന്നത്തെ നിലവാരത്തിലേക്ക് ഉയർത്തിയ പൂർവകാല അധ്യാപകരെ ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുന്നു. LSS USS പരീക്ഷകളിൽ മികച്ച വിജയമാണ് ഈ വർഷവും നമ്മുടെ കുട്ടികൾ നേടിയത്. കുട്ടികൾക്ക് ചിട്ടയായ പരിശീലനം ഈ വർഷവും നടത്തുന്നുണ്ട്. ഉപജില്ലാ മേളകളിലും കലോത്സവങ്ങളിലും ഓവറോൾ കിരീടം നേടാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളിൽ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനായി തുടക്കമിട്ട അറിവുത്സവം എന്ന പരിപാടി 3 വർഷമായി തുടർന്നു വരുന്നു. പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികൾക്കായുള്ള അറിവരങ്ങ് പരിപാടിയുടെ ഭാഗമായി ഗണിതജാലകം ശില്പശാല, കഥോത്സവം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, ചിത്രരചന ശില്പശാല തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. കായിക പ്രേമികളായ കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനായി AUP ഫുട്ബോൾ ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഗുരുതരമായ രോഗം മൂലം പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെയും രക്ഷിതാക്കളെയും സഹായിക്കുന്നതിനായി സ്നേഹനിധി എന്ന പദ്ധതി സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. സ്കൗട്ട്, ഗൈഡ്, ബാൻഡ് യൂണിറ്റുകൾ വളരെ നല്ല രീതിയിൽ നമ്മളുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. പ്രഭാത ഭേരിയിലും സെറിമോണിയൽ പരേഡിലും നമ്മളുടെ കുട്ടികൾ 1ാം സ്ഥാനം നിലനിർത്തി വരുന്നു. പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികൾക്കായി ശനിയാഴ്ചകളിൽ പ്രത്യേക പരിശീലനം നൽകി വരുന്നുണ്ട്. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി സ്കൂൾ സേവിങ്സ് ബാങ്ക് പ്രവർത്തിച്ചു വരുന്നു. ആമുഖമായി ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ലാളിത്യത്തിൻ്റെ പ്രതീകമായ മലപ്പുറത്തിൻ്റെ ജനനായകൻ പ്രിയപ്പെട്ട MLA ശ്രീ ഉബൈദുള്ള അവർകളാണ്. അദ്ദേഹത്തെ
AUP സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടികളിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. PTA പ്രസിഡന്റിൻ്റെ അഭാവത്തിൽ നമ്മുടെ വാർഷികാഘോഷ പരിപാടികൾക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മളുടെ ബഹുമാനപ്പെട്ട PTA വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുൽ സലാം സാറാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനും ഇപ്പോഴത്തെ വാർഡ് കൗൺസിലറുമായ ശ്രീ സുരേഷ് മാസ്റ്ററെ ഈ വാർഷികാഘോഷ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് പരിപൂർണ പിന്തുണയുമായി വിദ്യാലയത്തിനൊപ്പം നിൽക്കുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായ ശ്രീ സന്തോഷ് കുമാർ സാറിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉപജില്ലാ ഓഫീസറായ ശ്രീമതി ജോസ്മി മാഡം നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി സ്കൂളിൽ എത്തിയിരുന്നു. മാഡം ഒരു അത്യാവശ്യ കാര്യം ഉള്ളതുകൊണ്ടാണ് നേരത്തെ പോയത്. നമ്മുടെ പരിപാടിക്ക് എല്ലാ ആശംസകളും ജോസ്മി മാഡം അറിയിച്ചിട്ടുണ്ട്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന MTA പ്രസിഡന്റ് ശ്രീമതി പ്രജിഷ, MTA വൈസ് പ്രസിഡന്റ് ശ്രീമതി ഹസനത്ത്, സ്കൂൾ ലീഡർ മാസ്റ്റർ മുഹമ്മദ് മാസിൻ, ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്ന പ്രോഗ്രാം കൺവീനർ ശ്രീ സയ്യിദ് ഹാഷിം മാസ്റ്റർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്കൂളിൽ എത്തിച്ചേർന്ന ആദരണീയരായ റിട്ടയർ ചെയ്ത അധ്യാപകർ, PTA MTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രിയ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട നാട്ടുകാർ, പരിപാടിയിൽ പങ്കെടുക്കുന്നവരും അല്ലാത്തവരുമായ കുട്ടികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി ശ്രീ അബ്ദുൽ സലാം സാറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ MLA ഉബൈദുള്ള സർ, HM, AEO, മറ്റ് PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അധ്യാപകർ, നമ്മുടെ സ്കൂളിൻ്റെ വാർഷികം ഈ അവസരത്തിൽ ഏകദേശം 19 കൊല്ലം PTAയുടെ പാരൻ്റായിട്ട് വർക്ക് ചെയ്ത ആളാണ് ഞാൻ. ഇവിടെ ഈ സ്കൂളിൻ്റെ എല്ലാ മേഖലയിലും HM ഇവിടെ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും ഉയർന്നു നിൽക്കുന്ന, മലപ്പുറം ജില്ലയിൽ ജില്ലാസ്ഥാനത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പഠന നിലവാരത്തിലും മറ്റും പാഠ്യേതര നിലവാരത്തിലും ഉയർന്നു നിൽക്കുന്ന ഒരു സ്കൂളാണത്. ഈ സ്കൂളിന് എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സ്കൂൾ ഹൈസ്കൂളായി മാറും. പക്ഷേ ഈ സ്കൂൾ ഹൈസ്കൂളായി മാറാൻ യാതൊരു സാധ്യതയില്ല. ഇവിടെ ഈ കൊല്ലത്തോടുകൂടി എൻ്റെ കുട്ടി പോവുകയാണ്. ഞാൻ ഈ കൊല്ലത്തോടുകൂടി എൻ്റെ കുട്ടി 7ാം ക്ലാസ്സിലുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സ്കൂൾ എങ്ങനെയും ഹൈസ്കൂളായി ഉയർന്നാൽ ഏറ്റവും സൗകര്യമുള്ള, ഏറ്റവും ജില്ലാസ്ഥാനത്ത് ഏറ്റവും ഫെസിലിറ്റീസും എല്ലാ സൗകര്യമുള്ള ഒരു സ്കൂളാണ്. ഇത് കുറച്ച് സ്ഥലത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഇത് ഹൈസ്കൂളാക്കി മാറ്റാൻ വേണ്ട ശ്രമം ഇതിൻ്റെ മാനേജ്മെൻറ്റ് നടത്തണമെന്ന് ഈ അധ്യക്ഷ പ്രസംഗത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഉബൈദുള്ള സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് VP അബ്ദുസലാം, സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയങ്കരിയായ ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി റീന ടീച്ചർ, ഈ വിദ്യാലയത്തിൻ്റെ മുൻ പ്രധാനാധ്യാപകനും മലപ്പുറം മുനിസിപ്പൽ കൗൺസിലറുമായ ശ്രീ C. സുരേഷ് മാസ്റ്റർ, ബഹുമാനപ്പെട്ട മലപ്പുറം AEO
ശ്രീ സി സന്തോഷ് കുമാർ, ബഹുമാനിയായ MTA പ്രസിഡന്റ് ശ്രീമതി വി പ്രജിഷ, സ്കൂൾ ലീഡർ മുഹമ്മദ് മാസിൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സയ്യിദ് ഹാഷിം മാസ്റ്റർ, PTA ഭാരവാഹികളായിട്ടുള്ള സുർജിത്ത്, മഞ്ജുഷ്, ശ്യാമ ടീച്ചർ, ആശ ടീച്ചർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, മലപ്പുറം AUP സ്കൂൾ 94-ാം വാർഷികം ആഘോഷിക്കുകയാണ്. 94 വർഷം മുമ്പ് നമ്മുടെ ജില്ലാ ആസ്ഥാനത്ത് ഇതുപോലൊരു വിദ്യാലയം സ്ഥാപിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത ആളുകളെ ഈ ഘട്ടത്തിൽ നന്ദിയോടുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. 94 വർഷം മുമ്പ് ഈ വിദ്യാലയം ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങൾ വളരെ പരിമിതമാണ്. കുറഞ്ഞ എണ്ണം വിദ്യാലയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിലാണ് ഈ വിദ്യാലയം സ്ഥാപിതമാകുന്നത്. മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് അടിത്തറമാകിയ വിദ്യാലയങ്ങളിലൊന്നാണ് AUP സ്കൂൾ. പഴയ കാലത്ത് നമ്പീഷൻ സ്കൂൾ എന്നാണ് ഈ വിദ്യാലയത്തെ അറിയപ്പെട്ടിരുന്നത്. നമ്പീഷൻ ആരംഭിച്ചിട്ടുള്ള ഈ വിദ്യാലയം ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ വിദ്യാലയങ്ങളിലൊന്നാണ്. മലപ്പുറം AUP സ്കൂളിൽ പഠിക്കാൻ അവസരം ലഭിക്കുക എന്നത് ആ കുട്ടിയുടെ തുടർന്ന് അങ്ങോട്ടുള്ള പ്രയാണത്തിൽ അത് ഏറ്റവും വലിയ ഒരു വഴിത്തിരിവായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നല്ല വിദ്യാഭ്യാസം AUP സ്കൂളിൽ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നു. അതോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിൽ കല രംഗത്താവട്ടെ, കായിക മേഖലയിലാവട്ടെ, അതിലെല്ലാം നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. സബ് ജില്ലാ സ്കൂൾ കലാമേളയിലും ജില്ലാ കലാമേളയിലുമൊക്കെ മലപ്പുറം AUP സ്കൂളിൻ്റെ നാമം നാം എന്നും ഉയർന്നു കേൾക്കുകയാണ്. കായികമേളയിലും നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, നമ്മുടെ ഘോഷയാത്രയുടെ മുമ്പിൽ നമ്മുടെ കുട്ടികളുടെ ബാൻഡ് ട്രൂപ്പ്, AUP സ്കൂളിൻ്റെ ബാൻഡ് ട്രൂപ്പ് മറ്റു സ്കൂളുകൾക്കൊന്നുമില്ലാത്ത വലിയ പ്രത്യേകതയുള്ള, എല്ലാവരെയും ആകർഷിക്കുന്ന ബാൻഡ് ട്രൂപ്പാണ് AUP സ്കൂളിനുള്ളത്. പല പൊതുപരിപാടികൾക്കും AUP സ്കൂളിലെ കുട്ടികളുടെ ബാൻഡ് ട്രൂപ്പ് ലഭിക്കണം എന്നതാണ് പലരും ആഗ്രഹിക്കുകയും ആവശ്യപ്പെടാറും ചെയ്യാറുണ്ട്. ആ തരത്തിൽ വ്യത്യസ്തമായ നിരവധി പദ്ധതികൾ ഈ വിദ്യാലയത്തിൽ നടപ്പാക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുന്ന സഞ്ചയിക പദ്ധതി, ആ സഞ്ചയിക പദ്ധതി ഏറ്റവും വിജയകരമായി നടപ്പാക്കി സംസ്ഥാനത്ത് തന്നെ സഞ്ചയിക പദ്ധതി നടപ്പാക്കിയ ഏറ്റവും നല്ല വിദ്യാലയമായി മാറാൻ AUP സ്കൂളിന് സാധ്യമായിരുന്നു. ഈ ഘട്ടത്തിൽ സഞ്ചയിക പദ്ധതിക്ക് നേതൃത്വം കൊടുത്തിരുന്ന ബഹുമാനായ NK സലാം മാസ്റ്റർ ഞാൻ ഓർക്കുകയാണ്. സലാം മാസ്റ്റർ ഈ വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നു. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹമാണ് സഞ്ചയിക പദ്ധതിക്ക് വളരെ നല്ല രീതിയിൽ നേതൃത്വം കൊടുത്ത് കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുകയും മലപ്പുറം AUP സ്കൂളിൻ്റെ പേര് സംസ്ഥാനത്ത് തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിത്വമായിരുന്നു. അതാത് കാലഘട്ടങ്ങളിലെ പ്രധാന അധ്യാപകർ, മറ്റധ്യാപകർ, അവരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും സപ്പോർട്ടും ആ പ്രവർത്തനത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളൊക്കെ എത്തിയത്. അതുകൊണ്ട് ഈ ഉദ്ഘാടന സെഷൻ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്നത്
തങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്നാണ്. ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാഭ്യാസം കരസ്ഥമാക്കേണ്ട സന്ദർഭത്തിൽ അത് കരസ്ഥമാക്കാൻ സാധ്യമാകാതെ പോയ പ്രായമെത്തിയവർ അവരാഗ്രഹിക്കുന്നത് അവരുടെ മക്കൾക്കും പേരമക്കൾക്കുമൊക്കെ നല്ല വിദ്യാഭ്യാസം നൽകണമെന്നാണ്. ആ ഒരു ചിന്താഗതി നമ്മുടെ രക്ഷിതാക്കളിലും സമൂഹത്തിലുമൊക്കെ വളർന്നു വന്നതിൻ്റെ ഫലമായിട്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കിയെടുക്കാൻ നമുക്കിന്ന് സാധ്യമായത്. കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്ന വിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാലയങ്ങളുടെ മുൻനിരയിലാണ് മലപ്പുറം AUP സ്കൂൾ എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. നല്ല പഠനം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നു. കുട്ടികളുടെ ഓരോരുത്തരുടെയും കഴിവുകൾ മനസ്സിലാക്കി അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള നൂതനമായ പദ്ധതികളാണ് ഈ വിദ്യാലയത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെ പ്രവർത്തനം ഉൾപ്പെടെ അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ഓരോന്ന് എടുത്ത് പറയുന്നില്ല. വിദ്യാർത്ഥികളുടെ സർഗാത്മകത പരിപോഷിപ്പിക്കാൻ, അവരുടെ കായിക കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ എന്തൊക്കെ പദ്ധതികൾ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്നുണ്ടോ ആ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതിൽ മറ്റ് വിദ്യാലയങ്ങൾക്ക് മാതൃകയാകാൻ മലപ്പുറം AUP സ്കൂളിന് സാധ്യമായിരിക്കുന്നു എന്നതാണ് ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി 94 വർഷം മുമ്പ് ഈ സ്ഥാപനം ആരംഭിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത സ്ഥാപിച്ച ആ മഹൽ വ്യക്തിത്വത്തെ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി മലപ്പുറം AUP സ്കൂളിൻ്റെ 94ാം വാർഷികാഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. വിദ്യാലയത്തിൽ 3 വർഷമായി കുട്ടികളുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന അറിവുത്സവം ഈ വർഷത്തെ ഗ്രാൻഡ് ഫിനാലയിൽ 1ാം സമ്മാനം നേടിയ കുട്ടിക്കും 2, 3 സമ്മാനം നേടിയ കുട്ടികൾക്കുള്ള സമ്മാനദാനമാണ് ബഹുമാനപ്പെട്ട P. ഉബൈദുള്ള സാർ നിർവഹിക്കുന്നത്. സാർ ആദരപൂർവ്വം ഈ സമ്മാനദാനത്തിനായി ക്ഷണിക്കുകയാണ്. 1ാം സമ്മാനം നേടിയത് LP വിഭാഗത്തിൽ 1ാം സമ്മാനം നേടിയത് ശ്രേയ് ബാബു 4C. 1000 രൂപയും സ്വർണവുമാണ് ഈ കുട്ടിക്ക് സമ്മാനം നൽകുന്നത്. 1 വർഷം നീണ്ടുനിന്ന പൊതുവിജ്ഞാന പ്രശ്നോത്തരി മത്സരത്തിൽ ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിൽ ശ്രേയ് ബാബു 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. എല്ലാരും കൈയടിക്കുക. രണ്ടാം സ്ഥാനത്ത് ഇഷാൻ കിഷോർ 3D. ഈ കുട്ടിക്ക് 750 രൂപയും മെമന്റോയുമാണ് സമ്മാനമായി നൽകുന്നത്. എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കാം. കുട്ടികളിൽ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനായി ഏറ്റവും ആവേശകരമായ ഒരു മത്സരമാണ് ഈ 3 വർഷമായി വിദ്യാലയത്തിൽ നടപ്പിലാക്കി വരുന്നത്. 3ാം സ്ഥാനത്ത് അനഷിക 4D. ക്യാഷ് പ്രൈസും മെമന്റോയുമാണ് കുട്ടിക്ക് നൽകുന്നത്. ഇപ്പോൾ സമ്മാനം വാങ്ങുന്നത് അനഷിക 4D. ആയിഷ നെഷു എത്രയും പെട്ടെന്ന് വേദിക്ക് പിറകിൽ എത്തിച്ചേരാം. അതുപോലെ തന്നെ സഞ്ജയ് ഗെയിൽ 1, 2, 3 സ്ഥാനം നേടിയ കുട്ടികളും സ്റ്റേജിക്ക് പിന്നിൽ എത്തിച്ചേരാം. അറിവുത്സവ മത്സരത്തിൽ UP വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത് 5C ക്ലാസ്സിലെ വൈകായസ്. സ്വർണ്ണ നാണയവും 1000 രൂപ ക്യാഷ് പ്രൈസുമാണ് വൈഗ നേടിയിരിക്കുന്നത്. 3 വർഷമായി വിദ്യാലയത്തിൽ തുടരുന്ന മികവാർന്ന പ്രവർത്തനമാണ് അറിവുത്സവം. എല്ലാവരും കൈയടിക്കാം. 2ാം സ്ഥാനത്ത് മുഹമ്മദ് ഇന്തിഷാം REF.
രണ്ടാം സ്ഥാനത്ത് മുഹമ്മദ് ഇന്തിഷാം RF. ക്യാഷ് പ്രൈസും മെമ്മന്റോയുമാണ് സമ്മാനമായി നൽകുന്നത്. മൂന്നാം സ്ഥാനത്ത് നിരഞ്ജൻ KV. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ജില്ലാ തലത്തിൽ അറബിക് പദ്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം, A ഗ്രേഡോട് കൂടി ഒന്നാം സ്ഥാനം നേടിയ ആയിഷ നശ്വക്കുള്ള ഉപഹാരം പേ ഉബൈദുള്ള സാർ നിർവഹിക്കുന്നു. താങ്ക് യു സാർ. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി വാർഡ് കൗൺസിലറായിട്ടുള്ള നമ്മുടെ വിദ്യാലയത്തിലെ മുൻ പ്രധാന അധ്യാപകൻ കൂടിയായിട്ടുള്ള സുരേഷ് സാർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ 94-ാം വാർഷികാഘോഷങ്ങളുടെ അധ്യക്ഷൻ ബഹുമാന്യനായ PTA വൈസ് പ്രസിഡന്റ് ശ്രീ VP അബ്ദുൽ സലാം സർ, നമ്മുടെ ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത ജനപ്രിയ MLA, പ്രോട്ടോകോൾ അനുസരിച്ച് സർ എന്ന് വിളിക്കേണ്ടതാണ്, ബഹുമാനപ്പെട്ട ഉബൈദുള്ള സർ, വേദിയിലുള്ള മലപ്പുറം AU സന്തോഷ് സർ, സ്വാഗതം പറഞ്ഞ റീന ടീച്ചർ, വേദിയിലുള്ള MTA പ്രസിഡന്റ് പ്രജിഷ, അതുപോലെ തന്നെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള മഞ്ജുഷ, സുർജിത്ത്, വേദിയിലുള്ള ഈ വിദ്യാലയത്തിൻ്റെ സീനിയർ അസിസ്റ്റന്റ് ശ്യാമ, സ്റ്റാഫ് സെക്രട്ടറി ആശ, നമ്മുടെ ഏവരുടെയും വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളുടെയും വോട്ടെടുപ്പിലൂടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വിദ്യാലയത്തിൻ്റെ ലീഡറായി നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സ്കൂൾ ലീഡർ മുഹമ്മദ് മാസിൻ, ഏറ്റവും പ്രിയ നിറഞ്ഞ രക്ഷിതാക്കളെ, കുട്ടികളെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷം നിറഞ്ഞൊരു സന്ദർഭത്തിലാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. ദീർഘകാലം ഈ വിദ്യാലയത്തിൽ അധ്യാപകനായും 2 വർഷക്കാലം പ്രധാന അധ്യാപകനായും ഇരുന്നതിന് ശേഷം ഈ വിദ്യാലയത്തോട് വിട പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വീണ്ടും ഇവിടെ വരാനുള്ള ഒരു സൗഭാഗ്യം ലഭിക്കുകയാണ്. ആ സൗഭാഗ്യം ലഭിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്നും പോയതിന് ശേഷമുള്ള ഇതിൻ്റെ വളർച്ചയാണ് നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത്. നിരവധിയാർന്ന മികവാർന്ന നൂതനമായ പ്രവർത്തനങ്ങൾക്കാണ് നമ്മുടെ ഈ വിദ്യാലയം ഇന്ന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം അതിലൂടെ നേടിയ കുട്ടികൾക്കുള്ള അംഗീകാരങ്ങളാണ് നമ്മുടെ ആദരണീയനായ MLA ഇപ്പോൾ വെച്ച് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഒരു വിദ്യാലയം ഏറ്റെടുക്കുമ്പോൾ 94 വർഷം മുൻപുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിൽ വന്നു ചേർന്നിരുന്ന ഈ സമീപ പ്രദേശങ്ങളിലെ ആളുകൾ ഈ വിദ്യാലയത്തെ ഒരു പഠന കേന്ദ്രമായിട്ട് മാത്രമല്ല കണ്ടിരുന്നത്, അവരുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു കേന്ദ്രമായിട്ട് കൂടി നമ്മുടെ വിദ്യാലയത്തെ കണ്ടിരുന്നു. 75-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷത്തിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം നമ്മളിവിടെ വിളിച്ചു ചേർത്തിരുന്ന സമയത്ത് അതിൽ പങ്കെടുത്ത പ്രായം അത്രയും അധികമായ ആളുകൾ പങ്കുവെച്ച ചില അനുഭവങ്ങൾ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാതെ ഇരുന്നിരുന്ന കുട്ടികൾ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നിരുന്നത് ഇന്ന് വലിയ സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റായാലും സംസ്ഥാന സർക്കാരുകളുമൊക്കെ വലിയ രൂപത്തിൽ കൊട്ടിഘോഷിക്കുന്ന ഉച്ചഭക്ഷണ പരിപാടി, കൊട്ടിഘോഷിക്കുക എന്നുള്ള വാക്കിനെയല്ല ഞാൻ കാണുന്നത്, വലിയ ഒരു മേന്മയായി കാണുന്ന ആ ഉച്ചഭക്ഷണ പദ്ധതി അല്ലെങ്കിൽ ഉച്ചഭക്ഷണ പരിപാടി ആ 1931 ഈ വിദ്യാലയം തുടങ്ങിയ ആ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചൊരു വിദ്യാലയമാണ് ഈ AUP സ്കൂൾ എന്നുള്ളതാണ്. AP സ്കൂൾ എന്നുള്ളതല്ല, നമ്പീശൻ്റെ സ്കൂൾ എന്നുള്ളത്. അന്നത്തെ മാനേജറായിരുന്ന ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടക്കം കുറിച്ചപ്പോൾ തന്നെ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ വിദ്യാലയത്തിൽ വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത കുട്ടികൾ വിദ്യാലയത്തിലേക്ക് വരുന്നു എന്നറിഞ്ഞതിൻ്റെ ഭാഗമായി ഉച്ചഭക്ഷണം നൽകിക്കൊണ്ട് ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ വിദ്യാലയങ്ങളെയും മറികടന്ന് ഒരു പടി മുന്നോട്ട് പോയ ഒരു വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു തുടക്കം കുറിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ വന്നു ചേർന്ന
മുഴുവൻ അധ്യാപകരും ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിൻ്റെ മികവാർന്ന പ്രവർത്തനങ്ങളിലേക്ക് എത്രത്തോളം എത്തിക്കാൻ കഴിയുമോ അതെല്ലാം എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ MLA ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ സഞ്ജയിക പദ്ധതി. നാഷണൽ ലെവലിൽ പോലും ഇന്ത്യയിൽ തന്നെ ഈ ഒരു വിദ്യാലയത്തിന് അംഗീകാരം ലഭിച്ചത് ഏറ്റവും കൂടുതൽ തുക സമ്പാദിക്കുക എന്നത് മാത്രമല്ല, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ആഴ്ചയിലും കുട്ടികളുടെ ചെറിയ സമ്പാദ്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ 1 രൂപ മുതൽ എത്ര വലിയ തുകയാണോ അവർക്ക് നിക്ഷേപിക്കാൻ കഴിയുക ആ തുക സ്വീകരിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ 1-ാം സ്ഥാനം നേടി അംഗീകാരം നേടിയ ഒരു വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം. ആ വിദ്യാലയത്തിൽ ദേശീയ തലത്തിലെ അംഗീകാരം നേടിക്കൊടുക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സലാം മാസ്റ്ററെ നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള വിദ്യാലയങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാം. നമ്മുടെ നഗരസഭയിലുള്ള വിദ്യാലയങ്ങൾ, തൊട്ടപ്പുറത്തുള്ള ഉപജില്ലയിലെ വിദ്യാലയങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ മറ്റേറ്റവും മികവാർന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് ഈ വിദ്യാലയത്തിൽ പഠിപ്പിച്ചിരുന്ന 3 അധ്യാപകർക്ക് സംസ്ഥാന അവാർഡുകൾ ലഭ്യമായി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു വിദ്യാലയത്തിനും ആ ചരിത്രം അവകാശപ്പെടാൻ ചിലപ്പോൾ തൊട്ട അയൽപ്പക്ക വിദ്യാലയങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. ആദ്യകാലത്ത് സുകുമാരൻ മാസ്റ്റർ, അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. അതിനുശേഷം നമ്മുടെ നാരായണൻ മാസ്റ്റർ, ദീർഘകാലം ഹെഡ് മാസ്റ്ററായ നാരായണൻ മാസ്റ്റർ ഇപ്പോഴും ഇവിടെയുണ്ട്, മുണ്ടർമ്പ് തന്നെ ജീവിച്ചിരിക്കുന്നു നാരായണൻ മാസ്റ്റർ. അതിൻ്റെ തൊട്ടടുത്ത വർഷം തന്നെ ബഹുമാനപ്പെട്ട സലാം മാസ്റ്റർക്കും സംസ്ഥാന അവാർഡ് നേടിയെടുക്കാൻ കഴിഞ്ഞു. സംസ്ഥാന അവാർഡുകൾ നേടിയെടുക്കുമ്പോൾ അവർ വിദ്യാലയവും അതുപോലെ തന്നെ സമൂഹവുമായി ബന്ധപ്പെട്ട് ചെയ്ത പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാന അവാർഡുകൾ ലഭ്യമാവുന്നത്. അപ്പോൾ അങ്ങനെ 3 അധ്യാപകർക്ക്, ഇവിടെ പഠിപ്പിച്ച അധ്യാപകർക്ക്, ഇവിടെ നിന്നും വിരമിച്ചു പോയ ഈ 3 അധ്യാപകർക്ക് അത് ലഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ വിദ്യാലയത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയും സമൂഹവുമായിട്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെയും ചേർത്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ ഏത് മികവാർന്ന പ്രവർത്തനങ്ങൾ, ഏത് നിലയിലുള്ള പ്രവർത്തനങ്ങൾ എടുത്താലും മലപ്പുറം AUP സ്കൂൾ ഇന്ന് അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സംസ്ഥാന അവാർഡ് ഇനിയും നമ്മുടെ വിദ്യാലയത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റ് അധ്യാപകരിലൂടെ. അത് തൊട്ടടുത്ത വർഷം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടി നമ്മുടെ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നമ്മൾ ആശിക്കുകയാണ്. അത് തൊട്ടടുത്ത വർഷം തന്നെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അത്രയും മികവാർന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിദ്യാലയത്തിൽ അധ്യാപകനെ ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ അധ്യാപകനായി ചേർന്ന് ഇവിടെ പ്രധാന അധ്യാപകനായി ജോലി ചെയ്ത് വിരമിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ്. ഞാൻ ഈ വിദ്യാലയത്തിൽ തന്നെയാണ് പഠിച്ചത്. അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആശാ പോലെ കുറേ അധ്യാപകർ ഇവിടെ പഠിച്ച ശ്യാമയെ ബാക്കിയുള്ള ഓരോരുത്തരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവരെല്ലാവരും ഇവിടെ തന്നെ പഠിച്ച കുറേ പേർ ഇവിടെ വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു ഉന്നമനത്തിനുള്ള സാധ്യതയെ നമുക്ക് കാണാവുന്നതാണ്. ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയധികം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വം നൽകുന്ന ഈ വിദ്യാലയത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനും അതോടൊപ്പം അവരുടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കുന്ന ഇവിടുത്തെ അധ്യാപകരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് പോകുന്ന വിദ്യാർത്ഥിനികൾ, ആ നിർദ്ദേശങ്ങൾ പാലിപ്പിക്കുന്നതിൽ, ആ നിർദ്ദേശങ്ങൾ കൃത്യമായി കുട്ടികൾക്ക് നൽകുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന രക്ഷിതാക്കൾ, ഈ എല്ലാ ഘടകങ്ങളും ചേരുമ്പോഴാണ് ഒരു വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹം നോക്കിക്കാണുന്ന തലത്തിലേക്ക് ഉന്നതിയിലേക്ക് എത്താൻ കഴിയുക. അതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഇവിടുത്തെ രക്ഷിതാക്കളോടും അതുപോലെ തന്നെ അവരോടൊപ്പം ഏത് പ്രവർത്തനങ്ങളോടും കൂട്ടുനിൽക്കുന്ന PTA-യോടുമുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ 94-ാം വാർഷികാഘോഷത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. ഉപജില്ലാ കായികമേളയിൽ UP കിഡീസ് ഗേൾസ് 100 മീറ്റർ ഫസ്റ്റ്, 200 മീറ്റർ സെക്കൻഡ് ഈ വിഭാഗത്തിൽ സമ്മാനം നേടിയ ഷാജഹാനുള്ള സമ്മാനം സുരേഷ് സാറ് നിർവഹിക്കുന്നതാണ്. ഷാജഹാനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രവൃത്തി പരിചയമേള UP വിഭാഗത്തിൽ ബീഡ്സ് വർക്ക് വിഭാഗത്തിൽ A ഗ്രേഡോടെ 1-ാം സ്ഥാനം നേടിയ ഫാത്തിമ നഷ്ബിഹ. വെജിറ്റബിൾ പ്രിന്റിംഗ് വിഭാഗത്തിൽ A ഗ്രേഡോടെ 1-ാം സ്ഥാനം നേടിയ തൻഹ M. ക്ലേ മോൾഡിംഗ് വിഭാഗത്തിൽ A ഗ്രേഡോടെ 1-ാം സ്ഥാനം നേടിയ അനിൻ അബ്ബാസ്. താങ്ക് യു സർ.
അടുത്തതായി ആശംസാ പ്രസംഗം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിട്ടുള്ള സന്തോഷ് സാറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സാദര നമസ്കാരം. വേദിയിലിരിക്കുന്ന അധ്യക്ഷനും ഈ സ്കൂളിൻ്റെ PTA വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അബ്ദുൽ സലാം, ബഹുമാന്യനായ ഉദ്ഘാടകൻ ശ്രീ P. ഉബൈദുള്ള MLA, പ്രിയങ്കരനായ ഈ സ്കൂളിലെ പൂർവാധ്യാപകൻ കൂടിയായിട്ടുള്ള സുരേഷ് മാഷ്, റീന ടീച്ചർ അടക്കം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ കുട്ടികളെ, രക്ഷിതാക്കളെ, ഈ വാർഷികം ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ സ്കൂളിൻ്റെ ആ ഒരു ചൈതന്യം, ശക്തി നിറഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകുന്ന ദിവസമാണ്. ഒരു വർഷക്കാലം കുട്ടികളൊക്കെ ആഗ്രഹിച്ച് നേടിയെടുത്തതൊക്കെ പഠനോത്സവം എന്ന പേരിൽ രക്ഷിതാക്കളുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ദിവസമാണ്. അതെല്ലാം കഴിഞ്ഞ് വാർഷിക പരീക്ഷയ്ക്ക് കഴിഞ്ഞ് സ്കൂൾ അടച്ച് അടുത്ത കൊല്ലം സ്കൂൾ തുറക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഏതെങ്കിലും ഒരു രക്ഷിതാവ് ഒരു കുട്ടിയുടെ കൈ പിടിച്ച് ഗേറ്റ് ഇങ്ങനെ കടന്നു വന്നാൽ, ഇത്രയും ആംബിയൻസിലൊരു കെട്ടിടങ്ങളൊക്കെ കണ്ടാൽ ഇവിടെ ചേർത്തിട്ടേ പോകും, അല്ലേ? മനോഹരമായി ഈ മലപ്പുറം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു കെട്ടിട സംവിധാനത ഇതും കൂടി പൊളിച്ച് അടുത്ത കൊല്ലത്തേക്ക് നമ്മളുടെ സ്കൂളിൻ്റെ പ്രൗഢി ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ സ്കൂളിൽ ആദ്യം വന്നത് സംസ്ഥാന കലാമേള ഈ സ്കൂളിൽ നടക്കുന്ന സമയത്ത് ഇവിടെയായിരുന്നു, ആ വേദിയിലായിരുന്നു തബല മത്സരം നടക്കുന്നത്. ഞാൻ നിലമ്പൂർ ഗവൺമെൻറ് മാനവേദൻ സ്കൂളിലായിരുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിലെ സംസ്ഥാനതല തബല മത്സരത്തിൽ പങ്കെടുക്കാൻ എൻ്റെ സ്കൂളിൽ നിന്നൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയെയും കൊണ്ടാണ് ഇവിടെ നിന്ന് ആ സ്റ്റേജിൽ ആ മത്സരം നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാനിവിടെ വരുന്ന ഇവിടെ അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ആയതിനു ശേഷമാണ്. താരതമ്യേന നല്ല ഉയർന്ന അക്കാദമിക നിലവാരം പുലർത്തുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലുമൊക്കെ രാവിലെ പ്രഭാത ഭേരി നടക്കുന്ന സമയത്ത് റോളർ സ്കേറ്റിംഗ് അടക്കം കുട്ടികളെ പഠിപ്പിച്ച് പൊതുജനത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സാധാരണ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലപ്പുറം AUP സ്കൂളിന് ഒരു പക്ഷേ നല്ല ഫീസ് കൊടുത്ത് പഠിക്കുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിൽ മാത്രം കാണുന്ന ഇത്തരം കായിക വിനോദങ്ങളടക്കം കുട്ടികളെ പരിശീലിപ്പിക്കാൻ സാധിക്കുന്ന ഈ വിദ്യാലയത്തിന് ഹാർദമായ സന്തോഷത്തോടെയുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ വർഷത്തെ, അതായത് 94 എന്ന് വെച്ചാൽ എത്ര മുമ്പാണെന്ന് ആലോചിക്കണം. 1930 ഒരു സ്കൂൾ തുടങ്ങുക, മലപ്പുറം പോലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ളൊരു സ്ഥലത്ത് തുടങ്ങി 94 വർഷം കഴിഞ്ഞ് ഇന്നും അഭിമാനത്തോടെ പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഈ വിദ്യാലയത്തിൻ്റെ നടത്തിപ്പുകാർക്കും ഇവിടുത്തെ അധ്യാപകർക്കും മാത്രമാണ്. എല്ലാവർക്കും ഈ ദിവസത്തിൽ ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമ്മുടെ വിദ്യാലയത്തിൽ വർഷങ്ങളായി തുടരുന്ന SSB, അതിൽ ഏറ്റവും കൂടുതൽ ഡിപ്പോസിറ്റ് ചെയ്ത കുട്ടികൾക്കുള്ള സമ്മാനദാനമാണ് നിർവഹിക്കുന്നത്. അത് നിർവഹിക്കുന്നതിനായി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സന്തോഷ് സാർ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. 3ാം സ്ഥാനം നേടിയത് ഷതൻ M 5F. എല്ലാവരും ഒന്ന് കൈയടിക്കാം. 2ാം സ്ഥാനത്ത് നിസ്മൽ CK 5C.
ഒന്നാം സ്ഥാനത്ത് നുഹ ആയിഷ RG. Thank you, sir. നമസ്കാരം. മലപ്പുറം AVP സ്കൂൾ അതിൻ്റെ 94ാം വാർഷികാഘോഷത്തിൻ്റെ വേളയിൽ ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മൾ സമയം കളയുന്നില്ല. ഇനി ആശംസാ പ്രസംഗം നടത്താനിരിക്കുന്ന പ്രജിഷ മാഡം MTA പ്രസിഡന്റാണ്. അവർ ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ സുർജിത് സാർ തുടങ്ങിയ എല്ലാവരും ആശംസകൾ അറിയിച്ചുകൊണ്ട് നന്ദി പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട സുരേഷ് സാർ, അതുപോലെ തന്നെ മറ്റു വിശിഷ്ടാതിഥികളെ, ഈ 94ാം വാർഷിക ആഘോഷ വേളയിൽ പ്രോഗ്രാം കൺവീനർ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം നന്ദി പറയുന്നതാണ്. കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല. നമുക്ക് അരമണിക്കൂർ സമയം നമുക്ക് വൈകിയിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ ഭംഗിയായിട്ട് ഈ ആഘോഷ പരിപാടികളുടെ തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ അധ്യക്ഷത പദവി അലങ്കരിച്ച നമ്മുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള, അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത MLA P. ഉബൈദുള്ള സാർ, നമ്മുടെ വാർഡ് കൗൺസിലറായിട്ടുള്ള C. സുരേഷ് സാർ, നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഹെഡ് മിസ്ട്രസ്, PTA ഭാരവാഹികൾ, ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന മുഴുവൻ അധ്യാപകർ, അതുപോലെ തന്നെ രക്ഷിതാക്കൾ, കുട്ടികൾ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കർത്തവ്യം അവസാനിപ്പിക്കുകയാണ്. ഇതോടുകൂടി ഈ പരിപാടി അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി അവസാനിപ്പിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.